ഫെറ്റോ സംഘടനയുടെ പ്രതിനിധി ഗോപൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഗോപൻ, വാർത്ത കേട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി പറയാം, സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ വൻ തട്ടിപ്പ്. 1458 സർക്കാർ ജീവനക്കാർ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റുന്നു. അക്കൂട്ടത്തിൽ ഗസറ്റഡ് ഓഫീസേഴ്സും വിദ്യാഭ്യാസ വകുപ്പിലെ ആൾക്കാരും കോളേജ് പ്രൊഫസർമാരും അടക്കമുണ്ട്. ഇത് ധനവകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തിയത് എന്നതാണ് ശ്രദ്ധേയം. ശ്രീ ഗോപൻ, എന്താണ് പ്രതികരണം? ഇതില് സ്വാഭാവികമായിട്ടും സർക്കാർ ജീവനക്കാർക്ക് സർവീസ് പെൻഷൻ കിട്ടുന്ന ആളുകള് അതിനു പുറമെ ജീവനക്കാരുടെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ്. ഈ കാര്യത്തില് ഒരു തരത്തിൽ നമുക്ക് യോജിക്കാവുന്ന ഒരു സംഗതിയായിട്ട് കാണുന്നില്ല എന്നാണ് എനിക്ക് പ്രാഥമികമായിട്ട് ഇതിൽ പ്രതികരിക്കാനുള്ളത്. വിശദാംശങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല ഞാൻ. എങ്കിലും സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്ഷേമ പെൻഷൻ അർഹരല്ല. അപ്പൊ അത് ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലെ സ്വാധീനമോ മറ്റേതെങ്കിലും ഇടപെടലിന്റെയോ ഭാഗമായിട്ടായിരിക്കാം അവർ ക്ഷേമ പെൻഷന്റെ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി മാറിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അത് മുളയിലെ നുള്ളിക്കളയേണ്ട ഒരു സംഗതിയാണ് എന്നാണ് പ്രാഥമികമായിട്ട് എനിക്ക് ഇതിൽ പ്രതികരിക്കാനുള്ളത്. നമ്മൾ ഏറ്റവും നമ്പർ 1 എന്ന് പറയുന്ന ഒരു സംസ്ഥാനമാണല്ലോ, അങ്ങനെയാണല്ലോ നമ്മൾ വിശേഷിപ്പിക്കാറ്. ഇതിപ്പോ തട്ടിപ്പിലും നമ്പർ 1 എന്നല്ലേ? സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ഇങ്ങനെ പെൻഷൻ വാങ്ങുന്നത് കണ്ടെത്താൻ വൈകുന്നു, അവരിങ്ങനെ വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അത് കണ്ടെത്തിയില്ലെങ്കിലും മറുവശത്ത് വാങ്ങുന്നതിൽ തടസ്സമൊന്നും ഉണ്ടാകുന്നില്ലല്ലോ. തീർച്ചയായിട്ടും അത് ഈ പറയുന്ന കാര്യം ഞെട്ടിക്കുന്ന സംഗതി തന്നെയാണ്. അത് എനിക്ക് ആവർത്തിച്ച് പറയാനുള്ളത് തന്നെയാണ്. ഇത് മാത്രമല്ല, സർക്കാർ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഇത് കൊടുത്തത് ആരാണ്, എങ്ങനെയാണ് സർക്കാർ പെൻഷൻ കിട്ടുന്ന ആളുകൾക്ക് ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരടക്കം റിട്ടയർ ചെയ്യുന്ന സമയത്ത് അവർ ഈ ക്ഷേമ പെൻഷന്റെ പദ്ധതിയിൽ എങ്ങനെ ഉൾപ്പെട്ടു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന സംഗതി. ആ കാര്യത്തില് ഏതെങ്കിലും തരത്തിലുള്ള സർക്കാരിന്റെയോ അല്ലെങ്കിൽ ഭരണകക്ഷത്തുള്ള ആളുകളുടെയോ ഇടപെടലില്ലാതെ ഉണ്ടാവാൻ വഴിയില്ല. കാരണം എത്രയോ സ്ക്രൂട്ടിനികൾക്ക് വിധേയമായിട്ടാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അതില് കടന്നുകൂടുന്നത്. മാത്രമല്ല, അർഹരായിട്ടുള്ള പലർക്കും ഈ ക്ഷേമ പെൻഷൻ നിഷേധിക്കുകയോ അല്ലെങ്കിൽ അത് കിട്ടാതിരിക്കുകയോ ചെയ്യുന്ന സന്ദർഭത്തിൽ അനർഹരായിട്ടുള്ളത് കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികളെ കണ്ടെത്തുവാനാണ് സർക്കാർ പരിശ്രമിക്കുന്നത്. ശ്രീ ഗോപൻ, എൻ്റെ ഒരു സംശയമാണ്, മുൻപ് അങ്ങനെയായിരുന്നു, ഇപ്പോഴെങ്ങനെയാണെന്ന് അറിയില്ല. ഈ സഹകരണ സ്ഥാപനങ്ങൾ, സഹകരണ ബാങ്കുകൾ വഴി പെൻഷൻ കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നല്ലോ സമീപകാലത്ത്, അതിപ്പോഴും തുടരുന്നുണ്ടോ? അല്ല, അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ്. വോട്ടർമാരെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ ഗുണഭോക്താക്കൾക്ക് പാർട്ടിയുടെയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മെമ്പർമാർ വഴി ഈ പെൻഷൻ എത്തിച്ചു കൊടുക്കുന്ന സമയത്ത് അത് ഭരണകക്ഷിക്ക് അനുകൂലമായിട്ട് അവരുടെ വോട്ടിനെ മാറ്റിയെടുക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു. പലയിടത്തും അത് സംഘർഷത്തിനിടയാക്കിയതെന്ന് കേരളത്തിന്റെ പൊതുസമൂഹം കണ്ടിട്ടുള്ളതാണ്. അതിപ്പോൾ തുടരുന്നില്ലല്ലോ അല്ലേ? ഇപ്പോൾ അത് തുടരുന്നില്ല എന്നാണ് എനിക്ക് അല്ല, ഇല്ലെങ്കിൽ ആ വഴിക്ക് നമ്മുടെ അന്വേഷണം പോകണമായിരുന്നു. ഇല്ലെങ്കിൽ പിന്നെ ഈ പെൻഷൻ വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥരാണെന്ന് കൊടുക്കുന്നവർക്ക് അറിയാമായിരിക്കുമല്ലോ, അവരെന്തുകൊണ്ട് ചൂണ്ടിക്കാട്ടിയില്ല എന്നൊരു ചോദ്യമുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. അല്ല, ഇത് മസ്റ്ററിംഗ് അടക്കം ഈ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നിരവധി കടമ്പകൾ കടന്നിട്ടാണ് അവര് ഈ പെൻഷൻ ആനുകൂല്യം നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ അരിപ്പയിലൊന്നും പെടാതെ ഇത്രയും ആളുകൾ 1500ഓളം ആളുകള് അനർഹരായിട്ട് കടന്നുകൂടപ്പെട്ടു എന്ന് പറയുന്നത് അത് ഈ സംവിധാനങ്ങളുടെ പാളിച്ചയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ആ പാളിച്ച പരിശോധിക്കുകയാണ് വേണ്ടത്. അപ്പോ അത് എവിടേക്കോ അതിനകത്ത് കുഴപ്പങ്ങളുണ്ട്, ആരൊക്കെയോ ഇതിന്റെ പിന്നിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പൊ ബാഹ്യ ശക്തികളോ അല്ലെങ്കിൽ ഒരു പക്ഷേ ഭരണകക്ഷിയോട് താല്പര്യമുള്ള ആളുകളുടെ ഇടപെടലില്ലെങ്കിൽ ഇങ്ങനെ അനർഹര് കടന്നുകൂടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി ഗോപൻ.